സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാംകുമാർ കൂടി തത്സമയം ചേരുന്നു. രാം, ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഈ ഗൾഫ് നാടുകളിലെ? SKN ഈ സംഘർഷം ഒട്ടും തന്നെ അയവില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഹിസ്ബുള്ള കൂടി ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രയേലിന് നേരെ ഇന്നലെ രാത്രി മുതൽ തന്നെ അവർ മിസൈൽ ആക്രമണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഹിസ്ബുള്ള ഇപ്പോൾ സജീവമായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഗസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്ന സമയത്ത് അവിടുത്തെ ഗസയിലെ ജനതയ്ക്ക് പലസ്തീന് ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ മിസൈൽ ദിനം പ്രതി എന്നോണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വടക്കൻ മേഖലയിലൊക്കെ, ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിലൊക്കെ കനത്ത നാശനഷ്ടം വിതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇസ്രയേൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു. അതിനിടയിൽ ഒരു പേജർ ആക്രമണമൊക്കെ നടത്തി അവിടെ വലിയ ഹിസ്ബുള്ളയുടെ ഒരു നെറ്റ്വർക്കിനെ തന്നെ തകർക്കുന്ന തലത്തിലേക്ക് ഈ ഇസ്രയേൽ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിലായി. ഈ വെടിനിർത്തലിനെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി ഹിസ്ബുള്ള ഏറെക്കുറെ നിശബ്ദമായിരുന്നു. ഇപ്പോൾ US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ഒരു സംയുക്ത ആക്രമണം നടത്തുകയും അവിടെ അയത്തുള്ള അലി ഖമനയെ വധിക്കുകയും ചെയ്തതോടെയാണ് ഹിസ്ബുള്ള വീണ്ടും ഈ വെസ്റ്റ് ബാങ്കിലും മറ്റും അവർ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ഈ മിസൈലുകൾ തടയാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഇപ്പോൾ അവരുടെ റോറിംഗ് ലയൺ എന്ന ഈ ഒരു ദൗത്യം അവർ ലെബനനിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ബെയ്റൂത്ത് ഉൾപ്പെടെ, തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഉൾപ്പെടെ ഇസ്രയേൽ കനത്ത ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളോട് 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള, ഈ നഗരങ്ങളുടെ 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളോടെല്ലാം തന്നെ എത്രയും വേഗം ഒഴിയണം എന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം ഒരു ബഹുമുഖ യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടനും ഈ യുദ്ധത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അവർക്ക് വേണമെങ്കിൽ ബ്രിട്ടന്റെ സൈനിക സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കാമെന്ന് അമേരിക്കയ്ക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ ഉറപ്പ് നൽകി കഴിഞ്ഞു. അപ്പോൾ ഇനി ഗൾഫിലേക്ക് വരികയാണെങ്കിൽ ഗൾഫിലും ആക്രമണം ഇറാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായി. അതുപോലെ തന്നെ US, കുവൈറ്റ്, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും US-ഉം ചേർന്ന് ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. ഈ ഇറാന്റെ ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ടാണ് അവർ സംയുക്ത പ്രസ്താവന ഇറക്കിയത്. പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. എന്നാൽ ഈ മുന്നറിയിപ്പുകളും ഈ US-ന്റെ താക്കീതും എല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ അവരുടെ പ്രത്യാക്രമണം തുടരുകയാണ്. ബഹ്റൈനിലും മറ്റും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായി. ഇസ്രയേലിൽ തന്നെ ഇറാൻ ആക്രമണം നടത്തി. ഇന്ന് കഴിഞ്ഞ ദിവസം ജെറുസലേമിലുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. മിസൈൽ ആക്രമണമായിരുന്നു. അവിടുത്തെ ഒരു സിനഗോഗ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ആ സിനഗോഗ് പൂർണ്ണമായും തകർന്നു. അവരുടെ ഈ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഒളിക്കാനുള്ള അവരുടെ ബങ്കറുകളുണ്ട്. ആ ബങ്കറുകൾ പോലും തകർത്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഒരു ആക്രമണം ഇറാൻ നടത്തിയതും 9 പേരുടെ മരണത്തിന് ഇടയാക്കിയതും. അപ്പോൾ ഇറാൻ പിന്നോട്ടില്ല എന്നൊരു സന്ദേശമാണ് ഇറാൻ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ ശക്തമായി തന്നെ ആക്രമണം തുടരുകയാണ്. അവരുടെ ഭരണ ചുമതല അവിടുത്തെ ഗാർഡിയൻ കൗൺസിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു 3-അംഗ ഭരണസമിതിയാണ് ഇപ്പോൾ ഇറാനെ നയിക്കുന്നത്. അതിൽ ഇപ്പോൾ അവിടുത്തെ ഈ പരമോന്നത നേതാവിന്റെ ഒരു പദവി, അല്ലെങ്കിൽ ഈ ഗാർഡിയൻ കൗൺസിലിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അയത്തുള്ള അറാഫി എന്ന് പറയുന്നത് വളരെ യാഥാസ്ഥിതികനായ ഒരു നേതാവാണ്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കെതിരെ എക്കാലവും തീവ്ര നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ അറാഫി. അപ്പോൾ അവർ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. ഇത് ഏറ്റവും കൂടുതൽ ആശങ്ക വിതയ്ക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. കാരണം ഗൾഫ് മേഖലയിൽ ഒരുപാട് പ്രവാസികൾ, ഈ കേരളത്തിൽ നിന്നുൾപ്പെടെ ഒരുപാട് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഒരു ഒരു മേഖലയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഗൾഫിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ അശാന്തി അത് ലോകം മുഴുവൻ ആശങ്ക വിതയ്ക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹോർമുസ് കടലടുക്ക് ഉൾപ്പെടെ അടച്ചതുകൊണ്ടുണ്ടാവുന്ന ഈ എണ്ണ വ്യാപാരത്തിലുണ്ടാവുന്ന പ്രതിസന്ധി, വിലക്കയറ്റം, ഇത്തരത്തിൽ ഒരു സർവ്വ മേഖലയിലേക്കും ഇതിന്റെ ഒരു ആശങ്ക വ്യാപിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷ സാഹചര്യത്തിൽ ഉള്ളത്. ഇറാഖിലേക്ക് വരികയാണെങ്കിൽ അവിടെ ബാഗ്ദാദിൽ അവിടുത്തെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ വലിയ നാശനഷ്ടം വിതച്ചു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ബാഗ്ദാദിൽ ഇപ്പോൾ ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന ഷിയ വിഭാഗക്കാർ അവിടെ വലിയ പ്രകടനം നടത്തുകയാണ്. അവിടെ ഇറാഖിലെ സൈന്യവുമായി ഈ പ്രതിഷേധക്കാരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. വലിയ സംഘർഷം ബാഗ്ദാദിലെ തെരുവുകളിൽ ഉണ്ടാവുകയാണ്. പാകിസ്ഥാനിലും സമാനമായ ഒരു സാഹചര്യമുണ്ട്. അയത്തുള്ള ഖമനിയുടെ വധത്തിനു പിന്നാലെ ട്രംപ് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ എല്ലാവരും തന്നെ ഈ ഇറാന് പെട്ടെന്ന് തന്നെ ഒരു സിമ്പതി ലഭിക്കുന്നു. അയത്തുള്ള ഖൊമൈനി ഒരു
രക്തസാക്ഷി പരിവേഷം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ സംഘടിതമായിട്ട് തന്നെ അമേരിക്കക്കെതിരെ പല നഗരങ്ങളിലും ഇന്നലെ ന്യൂയോർക്കിൽ പോലും ടൈം സ്ക്വയറിൽ പോലും ഈ US-ന്റെ ഈ ഒരു യുദ്ധതന്ത്രത്തിനെതിരെ ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് കണ്ടു. ഈ കറാച്ചിയിലൊക്കെ ഇന്നലെ US എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ചില ഓഫീസുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അവിടെ പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിൽ തന്നെ പാകിസ്ഥാനിൽ താലിബാന്റെ ഒരു ആക്രമണം ഉണ്ടായെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സർവ്വമേഖലയിലേക്കും ഈ ഒരു അശാന്തി, ഒരു സംഘർഷാവസ്ഥ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഒരു സമാധാനത്തിന്റെ വഴി എവിടെയും തുറക്കുന്നില്ല. ഒരു നയതന്ത്ര പാതയിലേക്ക് ആരും തന്നെ എത്തുന്നില്ല എന്നതാണ് ആശങ്കാജനകം. ഒമാൻ മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. യുദ്ധം തുടങ്ങിയെങ്കിൽ പോലും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. ഒമാൻ നേരത്തെ മുതൽ തന്നെ ഇറാന് അനുകൂലമായ അല്ലെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഒമാൻ. നേരത്തെ ഈ ആണവ ചർച്ചയിൽ ഉൾപ്പെടെ ഒരു മധ്യസ്ഥത വഹിച്ചത്, അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥത വഹിച്ചത്, അതിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു രാജ്യമാണ് ഒമാൻ. ഒമാനെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇറാൻ ഗൾഫ് മേഖലയിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഇന്നലെ ഒമാനിലേക്കും ഇറാൻ അവരുടെ ഡ്രോണുകളും മിസൈലും അയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒമാൻ തീരത്തുകൂടി പോയ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അപ്പോൾ അത് ഈ ഒമാനെ കൂടി ആക്രമിക്കുന്നത് വഴി ഗൾഫ് മേഖലയിൽ ആക്രമണം വ്യാപിപ്പിക്കുക, അതുവഴി അമേരിക്കയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് തന്നെയാണ് ഇറാന്റെ ഒരു തന്ത്രം. എന്നാൽ ഈ ഭരണമാറ്റം സാധ്യമാകുന്നതുവരെ ആക്രമണം തുടരുക എന്നതാണ് അമേരിക്കൻ നിലപാട്. ഈ ചുരുക്കി പറഞ്ഞാൽ ഒരു നയതന്ത്ര സാധ്യത തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംഘർഷം, ആക്രമണമാണ് നിലവിൽ ഇരുപക്ഷത്തിനും മുന്നിലുള്ള ഏക വഴി. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.